ഇനി കെട്ടും ചോടൊക്കെ കൂടെ എടുത്ത് പോണത് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കുറേ കാലമായി വിചാരിക്കണം ഒരു ചേഞ്ച് ആവണം എന്നുള്ളത്. എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അങ്ങനെ എല്ലാവരും കൂടെ നുള്ളി പെറുക്കി എടുത്തിട്ട് താത്താൻ്റെ വീട്ടിൽ പോയി. അവിടെ ചെന്നപ്പോൾ നമ്മൾ ചോറൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടെ കെട്ടിപ്പെറുക്കിയിട്ട് നമ്മൾ സ്ലോ മോഷനിലുള്ള പോക്കാണ് കേട്ടോ. അങ്ങനെ താത്താൻ്റെ മക്കളെ ഇവളുടെ ഡ്രസ്സ് അങ്ങനെ ഊരി പോരുകയാണ്. അല്ല അത് മോഡലാണ്, സോറി. ഫൈനലി പിന്നെ എൻ്റെ എൻട്രി ആണ് കേട്ടോ. ഞാൻ പിന്നെ ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ടൂർ പോകാന്നുള്ളതുകൊണ്ട്. കാരണം ഞാൻ പോണില്ല എന്ന് വിചാരിച്ചതായിരുന്നു. എക്സാമാണ് 15-ാം തീയതി വരുന്നതേ. പിന്നെ എല്ലാവരും കൂടെ ഇങ്ങനെ മൂച്ചമ്മ കയറ്റിപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ പോവാന്നുള്ളത്. അങ്ങനെ നമ്മൾ ട്രിപ്പ് എന്തായാലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഇതാണ് നമ്മൾ രണ്ടാമത്തെ അളിയനാണ് ഈ ഒരു ട്രിപ്പിന്റെ കോർഡിനേറ്റർ. ഇതാണ് പിന്നെ വലിയ അളിയന് പിന്നെ മുന്നിൽ എത്തിക്കുന്നത് പാട്ടോൾ ഇങ്ങനെ മാറ്റി ഇടാൻ വേണ്ടിയിട്ടാണ്. ഇത് പിന്നെ ചെറിയ അളിയനും താത്തയും ക്യാമറയുടെ അടുത്തേക്ക് രണ്ടാളും അന്തന്മാരായി. ഇതാണ് പിന്നെ നമ്മളെ മെയിൻ താരം. കാരണം എൻ്റെ കുട്ടീനെ നോക്കാനുള്ള ആളാണ് ഓള് പിന്നെ എന്തായാലും എടുത്ത് കാണിക്കണ്ടേ. ഇത് പിന്നെ ബാക്കിൽ നമ്മളെ നേഴ്സ് ഐറ്റംസ് ആണ്. കൂടുതലും അടുക്കാൻ പറ്റൂല, ഒന്നായിട്ട് എടുത്തങ്ങാണ്ട് വലിച്ചു കീറും. മക്കളൊക്കെ എന്താണെങ്കിലും പൊളി വൈബാണ് കേട്ടാ. പിന്നെ പാട്ടങ്ങോട്ട് എടുത്തേക്ക് പിന്നെ എന്താ അപസ്മാരം എളിയ മരിക്കായി. ഒരൊറ്റ ഒന്നും പിന്നെ സെറ്റിൽ ഇരുന്നിട്ടില്ല. എല്ലാം കൂടെ എണീറ്റിട്ട് ആകെ പിന്നെ ചാട്ടക്കളി ഇരുന്ന്. അങ്ങനെ ആ ക്ഷീണം തീർക്കാന്ന് വിചാരിച്ചങ്ങാണ്ട് എല്ലാവരും ഒന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിട്ടാ. ഒരുപാട് ഐറ്റംസ് പൊരിക്കടികൾ ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ നമ്മളെ വൈബിട്ടുള്ള കളിയില്ലല്ലോ. ഒരു മുട്ട ബജി എടുത്തേണ്ട അകത്താക്കി. മേക്കപ്പ് കുറച്ച് കുറവാണല്ലേ, കുറച്ചും കൂടെ പുട്ടിയിടായിരുന്നു. എന്തായാലും നമ്മൾ ഫൈനലി നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ വന്നപ്പോണ്ടല്ലോ 2 സൈഡ് ആനക്കുണ്ട്. എന്താണെങ്കിലും എല്ലാവരും ഫാത്തിയും തിക്രു സലാത്തൊക്കെ ചൊല്ലിയിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ സ്റ്റേക്കേഷന് പോണത്. പക്ഷെ വീട്ടിലുള്ളവർക്ക് മുമ്പും പോയിട്ടുണ്ട്. ആ ടൈമിൽ ഞാൻ യുഎയിലായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും ഒന്ന് പോണം നാട്ടിൽ വന്നിട്ട് എന്നുള്ളത്. അയവ ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതിനെ ഉണ്ടാ. അളിയും പിന്നെ വന്ന ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഓരോ ക്ലാസ്സിൽ എയിമൗണ്ട് കൊടുത്തു. മറ്റുള്ളവർക്ക് ലാഭത്ത് കോഴിക്കൾ വിട്ടമാർക്ക് ആകെ കിടന്ന് പരതായിരുന്നു കേട്ടോ. എല്ലാവർക്കും കൂടെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ടെൻഷൻ ഫ്രീ ആക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ. നമ്മൾ കുട്ടാപ്പി വരെ കണ്ട ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ പിന്നെ നമ്മൾ കൊടുന്ന് ചോറങ്ങോട്ട് ആദ്യം അകത്താക്കി. എന്നാലും ഇപ്പോൾ വയറൊന്നും ഇങ്ങോട്ട് സെറ്റായി കിട്ടുള്ളൂ. അപ്പോഴത്തേനും ഓരോരുത്തർ കളിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവനായിട്ട് നമ്മളെ വീട്ടിലത്തെ മിന്നൽ മൊയ്ത് ഫുൾ ടൈം ബിസിയാണ്. പ്രധാനമന്ത്രിക്ക് പോലും ഉണ്ടാവില്ല ഇത്രയും ബിസി. വേറൊരാളത്ത് ഇവിടെ റണ്ണിങ് റേസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഒക്കെ കഴിഞ്ഞ് വെള്ളത്തെ പരിപാടിയാണ്. ഓനങ്ങോട്ട് ചാടി കയറിയതാണ് കേട്ടോ. സംഭവം തുഴഞ്ഞിട്ടാണ് പോകണ്ടേ. അപ്പൊ പിന്നെ മറ്റോനും കൂടെ കയറി കൂടി. പിന്നെ എമ്മത്ത് കയറിന് രണ്ടാളും കൂടെ തുഴഞ്ഞ ആലാക്കായിരുന്നു ലാസ്റ്റ്. എന്താണെങ്കിലും നമുക്ക് പൊളി വൈബാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തോക്കൊണ്ടോ. ലൈഫിൽ എന്താ പറയുക ടെൻഷൻ ഫ്രീ ആക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ഇട്ടത്. പിന്നെ നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത് എടുക്കണം. അതെല്ലാന്നുണ്ടെങ്കിലല്ലോ അവിടുന്ന് കഴിഞ്ഞ് വരുമ്പോൾ വലിയ രസമൊന്നും ഉണ്ടാവില്ല. മക്കളെല്ലാം കൂടെ ഇവിടെ പൂളി ചാടിക്കണം കേട്ടോ. ഈ ഒരു തണുപ്പത്ത് എങ്ങനെ ഇതിൽ ഇറങ്ങണമെന്ന് ആലോചിച്ചിട്ട് ഞാൻ കുറേ നേരം നോക്കി നിന്ന്. പിന്നെ എന്താണെങ്കിലും വേണ്ടില്ല എല്ലാവരും കൂടെ ഇറങ്ങിയപ്പോൾ നമ്മളും കൂടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 2 ആൾ തുഴഞ്ഞിട്ട് ലാസ്റ്റ് പിന്നെ 4 ആൾ കയറിയിട്ടാണ് ഒരു കരക്കൊക്കെ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞെങ്കിൽ പിന്നെ നമുക്കൊരു ബോധ്യം ഒന്ന് കയറി വെക്കാന്നുള്ളത്. അപ്പൊ പിന്നെ നമ്മളും കൂടെ ഒന്ന് കയറി എക്സ്പീരിയൻസ് ചെയ്തു. ഇതിൽ കാണുമ്പോൾ ഞാൻ പാൻറ് ഇട്ടിട്ടില്ല അല്ലേ. സ്ക്രീൻ മാറ്റാം. ഇത് എന്ത് ജീവി എന്നുള്ളത് മനസ്സിലാവണില്ല. എന്താണെങ്കിലും സോപ്പൊക്കെ തേച്ച ആള് കുളി കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മളെ നൈറ്റ് വ്യൂ വരുന്നത്. അടിപൊളി സ്ഥലമല്ലേ. അങ്ങനെ പിന്നെ രാത്രി ആയപ്പോൾ നമ്മൾ പാട്ടും കൂത്തും ഡാൻസ് എല്ലാം കൂടെ ആയിട്ട് അടിച്ച് പൊളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ സ്ഥലം ഏതാണെന്ന് അറിയാമെങ്കിൽ PM ചെയ്താൽ മതി. അപ്പൊ ഇൻഷാല്ലാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ടൈം കാണാം.